وبركاته. أهلا بكم وسهلا مرحبا لكم إلى قناتنا UGC നെറ്റ് അറബിക് ലാംഗ്വേജ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. 7th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അൽ അദബുൽ അറബി അൽ ഹദീസ്. ഖലീൽ മത്തുറാൻ അനൽ അറബിയ്യത്തുൽ മഷ്ഹൂദു ഫദ്ലി അഅഖ്ദുൽ യൗമ വൽ മഗ്മൂറു ഫദ്ലി എന്ന അറബി ഭാഷയുടെ വിലാപമെന്നോണം രചിച്ച ഈ കവിതയുടെ രചയിതാവാണ് ഖലീൽ മത്തുറാൻ. 1872 ബഗ്ലബക്, ലബനാനിലെ ബഗ്ലബക് എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത്. 1949 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നുണ്ട്. ഷാഇറുൽ ഖത്തറൈൻ, മിസ്റിലും ലബനാനിലും താമസിച്ചത് കാരണത്താൽ ഷാഇറുൽ ഖത്തറൈൻ 2 ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 2 വ്യത്യസ്തമായ നാടുകളിൽ താമസിച്ചതിനാൽ ഷാഇറുൽ ഖത്തറൈൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഷാഇറുൽ അഖ്താറുൽ അറബിയ ബഅദ ഹാഫിസ് വഷൗഖി, ഹാഫിസ് ഇബ്രാഹിമിൻ്റെയും അഹ്മദ് ഷൗക്കിയുടെയും മരണത്തിന് ശേഷം ഷാഇറുൽ അഖ്താറുൽ അറബിയ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. ഷബീ ഉൽ അഖ്തൽ, അഖ്തലിനെ പോലെ സാഹിത്യം പറയുന്ന ആളായതുകൊണ്ട് ഖലീൽ മത്തുറാൻ ഷബീ ഉൽ അഖ്തൽ എന്ന രീതിയിലും അറിയപ്പെട്ടു. ഷബീഹു ബിൻ റൂമിയും അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൻ്റെ മികവ് കൊണ്ട് അങ്ങനെയും അറിയപ്പെട്ടു. മിൻ റുവാദി ഹർക്കത്തി തജ്ദീദ്, നവോത്ഥാനം, അറബി ഭാഷയിൽ നവോത്ഥാനം സൃഷ്ടിച്ച ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഗണിക്കപ്പെടുന്നു. തഅസ്സറ ബി ഇബ്രാഹിം അൽ ബാസിജി, തൻ്റെ ഉസ്താദായ ഇബ്രാഹിം ബാസിജിയുടെ അധ്യാപനത്തിൽ കൂടുതൽ അദ്ദേഹം ആകൃഷ്ടനായിട്ടുണ്ട്. അൽ അദബുൽ ഫറൻസി വൽ അറബി, അദ്ദേഹം ഫ്രഞ്ച് അതേപോലെ അറബിക് ലാംഗ്വേജ് സാഹിത്യം കൂടുതലായി വശമുണ്ടായിരുന്നു. റായിദുൽ മദ്രസ അൽ ക്ലാസിക്കിയ അൽ ജദീദ, നിയോ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൻ്റെ റായിദായി നേതാവായി അദ്ദേഹം അറിയപ്പെട്ടു. അൽ കുല്ലിയ അഷർഖിയ, കുല്ലിയ ഷർഖിയയിൽ അദ്ദേഹം പഠിച്ചു. തുടർന്ന് ബൈറൂത്തിലെ അൽ മദ്രസ അൽ ബത്രിഖിയയിലും അദ്ദേഹം പഠനം നടത്തുന്നുണ്ട്. അവിടെ നിന്നാണ് കൂടുതലായും അദ്ദേഹം കവിതകൾ രചിക്കുന്നത്. പിന്നീട് പാരീസിലേക്ക് പോവുകയും തുടർന്ന് മിസ്റിലേക്ക് വരികയും ചെയ്തു. 1900 അൽ മജല്ല അൽ മിസിരിയ എന്ന് പറയുന്ന മാസത്തിൽ 2 പ്രാവശ്യം ഇറങ്ങുന്ന നിസ്ഫു ഷഹരിയായ ഒരു മജല്ല ഒരു മാഗസിൻ അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അൽ ജവാഇബ് അൽ മിസിരിയ എന്ന് പറയുന്ന ഒരു പത്രവും 1902 അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകൾ പരിശോധിക്കാം. മറാസി അശ്ശുഅറ, റിസാ ഉൽ ലിസാമി ബാറൂദി, മഹ്മൂദ് സാമി ബാറൂദിയുടെ റിസാ ആയി രചിച്ച ഗ്രന്ഥമാണ് മറാസി അശ്ശുഅറ. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ജീവചരിത്രം ഉൾക്കൊള്ളിപ്പിച്ച് 1905 മറാസി അശ്ശുഅറ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. രണ്ടാമതായി മിർആത്തുൽ അയ്യാമി ഫി മുലഖസി താരീഖിൽ ആം, 2 വാള്യങ്ങളിലായി വിശ്വാസയോഗ്യമായ സംഭവങ്ങൾ, ചരിത്രങ്ങൾ ഉൾക്കൊള്ളിപ്പിച്ച് രചിച്ച ഗ്രന്ഥമാണ് മിർആത്തുൽ അയ്യാമി ഫി മുലഖസി താരീഖിൽ ആം എന്ന ഗ്രന്ഥം. മൂന്നാമതായി ദീവാനുൽ ഖലീൽ, 4 വാള്യങ്ങളിലായി അദ്ദേഹത്തിൻ്റെ കവിതകളുടെ സമാഹാരമാണ് ദീവാനുൽ ഖലീൽ. നാലാമതായി അൽ മൂജസു ഫി ഇൽമിൽ ഇഖ്തിസാദ്, ഹാഫിൽ ഇബ്രാഹിമിനോടൊപ്പം ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത ഗ്രന്ഥമാണ് അൽ മൂജസു ഫി ഇൽമിൽ ഇഖ്തിസാദ്. മസ്റഹിയ, തുടർന്ന് അദ്ദേഹം ഒരുപാട് ഡ്രാമകൾ രചിക്കുന്നുണ്ട്. തർജുമ, മാക്ബത്ത്, ഹംലറ്റ്, താജിറുൽ ബുന്ദുഖിയ, ഉത്തൈൽ, അസ്സയ്യിദ്. ഷേക്സ്പിയറിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് അദ്ദേഹം ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ട്. മാക്ബത്ത്, ഹംലത്ത്, താജിറുൽ ബുന്ദുഖിയ, മെർച്ചൻ്റ് ഓഫ് വെന്നീസ്, ഉത്തൈൽ, ഒതല്ലോ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖസീദകൾ അൽ അസദുൽ ബാക്കി, അൽ മസാ, അൽ ജനീനു ഷഹീദ്, മൗത്തുൻ അസീസ്, അത്തിഫ്ലാൻ, ബൈനൽ ഖൽബി വദ്ദം, ഫതാത്തുൽ ജബലിൽ അസ്വദ് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കവിതകളാണ്, ഖസീദകളാണ്.